ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററത്തെ 42ാമത്തെ പേജിലുള്ള 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 1 മീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഇറ്റ്സ് ഏരിയ ഈസ് 3 and 3/4 സ്ക്വയർ മീറ്റേഴ്സ്. വാട്ട് ആർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? അതായത് ഒരു ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 3 ചതുരശ്ര മീറ്ററാണ്. നീളവും വീതിയും എത്രയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മളോട് ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലെങ്ത്തിന് നമുക്ക് എക്സ് എന്നും ബ്രെഡ്ത്തിന് വൈ എന്നും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ, അപ്പോൾ XY എന്നാവും അല്ലേ. ഏരിയ XY എന്ന് കൊടുക്കാം. പിന്നെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? നീളം വീതിയേക്കാൾ 1 മീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നീളം എന്ന് പറയുന്നത് എക്സ് ആണ്, അത് വീതി കൂടെ ഒന്നും കൂടെ കൂട്ടിയതാണ്. അപ്പോൾ x = y + 1 എന്ന് എഴുതാലോ. അതായത് x - y = 1 എന്ന് എഴുതാം അല്ലേ. ആ വൈനെ പുറത്ത് കൊടുക്കുന്നു. അപ്പോൾ x - y, അതായത് നീളത്തിൽ നിന്ന് വീതി കുറച്ചാൽ 1 എന്ന് കിട്ടും. ഏരിയ എന്ന് പറയുന്നത് 3 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ എന്ന് പറയുന്നത് XY ആണ്. XY എന്ന് പറയുന്നത് 3 ആണ്. 3 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ആദ്യം ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിച്ച് പിന്നെ ന്യൂമറേറ്റർ കൂട്ടുക. അതായത് 3നെ 4 കൊണ്ട് ഗുണിച്ച് അതിലേക്ക് 3 കൂട്ടുക. അപ്പോൾ എത്രയാ? 15 എന്ന് കിട്ടും. പിന്നെ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ 3 × 4 + 3 15, 15/4 എന്ന് എഴുതി. അപ്പോൾ XY എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 15/4 എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, XY = 15/4 എന്നുള്ളതിനെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ്റെ ആ ഒരു രൂപത്തിലേക്കൊക്കെ ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് x + y² = x - y² + 4xy എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ x - yയും നമുക്കറിയാം, xy എത്രയാണെന്നും നമുക്കറിയാം. അപ്പോൾ അതിനൊക്കെ അതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x + y² = പിന്നെ x - y² എന്നുള്ളതിനെ എന്തെഴുതാം? x - y എന്ന് പറഞ്ഞാൽ 1 ആണ് നമുക്കറിയാം. അപ്പോൾ 1² പ്ലസ് പിന്നെ 4 × xy എന്നുള്ളതിന് 4 × xyക്ക് പകരം 15/4 കൊടുക്കുക. അപ്പോൾ 4 × 15/4. 4 × 15/4 എത്രയാണ്? പിന്നെ 4 മുകളിലുണ്ട്, 4 താഴെയുണ്ട്. അപ്പോൾ അത് രണ്ടും വെട്ടിപ്പോകും. അപ്പോൾ 15 എന്നാവും അല്ലേ. അപ്പോൾ x + y² = 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 1 + 15 അപ്പോൾ എത്രയാണ്? 16 എന്ന് കിട്ടും. അപ്പോൾ x + y² = 16 ആണെങ്കിൽ x + y എത്രയായിരിക്കും? 4 ആണല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ കൂട്ടിയാൽ എക്സും 2x -y + y 0, 1ഉം 4ഉം 5. അപ്പോൾ 2x = 5 എന്ന് കിട്ടും. 2x = 5 എന്ന് പറഞ്ഞാൽ x എത്രയാണ്? 5/2 അല്ലേ. അപ്പോൾ 2.5 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് x = 2.5 എന്നുള്ളത് ഇക്വേഷൻ 2ൽ കൊടുക്കാം. ഇക്വേഷൻ 2 എന്തായിരുന്നു? x + y = 4 ആണല്ലേ. അതിൽ xന് 2.5 എന്ന് കൊടുത്താൽ 2.5 + y = 4 എന്ന് കിട്ടും. അപ്പോൾ y = എത്രയാണ്? 4 - 2.5 അല്ലേ. അപ്പോൾ 4ൽ നിന്ന് 2.5 കുറച്ചാൽ 1.5 കിട്ടും. അപ്പോൾ y എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ ലെങ്ത് ആണ് നമ്മൾ x എന്ന് കൊടുത്തത്, ബ്രെഡ്ത്തിന് നമ്മൾ y എന്നാണ് കൊടുത്തത്. അപ്പോൾ ലെങ്ത് എത്രയാണ്? 2.5 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് 1.5 മീറ്റർ എന്നും കിട്ടും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. ദ ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 6 and 1/2 centimeters and its area is 7 and 1/2 square centimeters. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അതായത് ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണം 6 സെൻറ്റിമീറ്ററും പരപ്പളവ് 7 ചതുരശ്ര സെൻറ്റിമീറ്ററുമാണ്. ലംബവശങ്ങളുടെ നീളം കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് പെർപെൻഡിക്കുലർ സൈഡ്സിനെ നമുക്ക് എക്സും വൈയും ആയിട്ട് എടുക്കാം. നമുക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റ് 2 സൈഡ്സിൻ്റെയും സ്ക്വയറിന് തുല്യമായിരിക്കും അല്ലേ. അത് രണ്ടും കൂട്ടീന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? x² + y² = എത്രയാണെന്ന് തന്നിട്ടുണ്ടല്ലേ. ഹൈപ്പോട്ടനസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 6/1/2 ആണ്. അപ്പോൾ 6/1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. x² + y² എന്ന് പറയുന്നത് 6/1/2ൻ്റെ സ്ക്വയറിന് തുല്യമാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? x² + y² = 6/1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 13/2 ആണ് അല്ലേ. 2 × 6 + 1 അപ്പോൾ 13. 13 പിന്നെ എന്താ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ 13/2ൻ്റെ സ്ക്വയർ ആണ്. 13/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ 169, 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ x² + y² = 169/4 എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? ഏരിയ എന്ന് പറഞ്ഞത് 7/1/2 ആണെന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ½ BH ആണ്. ബിയും എച്ചും എക്സും വൈയും ആയിട്ട് എടുത്തണല്ലോ നമ്മൾ. അതായത് പെർപെൻഡിക്കുലർ സൈഡ് നമ്മൾ എക്സും വൈയും ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ½ × x × y ആണ് എന്ത്? 7/1/2 എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതാം?
7 1/2 എന്ന് പറഞ്ഞാൽ 15/2 ആണല്ലേ. 7 × 2 14, 14 1 15, 15/2 എന്നാണ് 7 1/2 നമ്മൾ എഴുതുക. അപ്പോൾ 1/2 XY എന്ന് പറയുന്നത് 15/2 ആണ്. അപ്പോൾ XY എത്രയായിരിക്കും? ഈ /2 നമ്മൾ സമത്തിൻ്റെ മറുവശത്ത് കൊണ്ടുപോകുമ്പോൾ × 2 ആവും. അപ്പോൾ പിന്നെ 15/2 × 2 എന്ന് പറഞ്ഞാൽ 2 2 വെട്ടിപ്പോവും. അപ്പോൾ ബാക്കി 15 കിട്ടും. അപ്പോൾ XY എന്ന് പറഞ്ഞാൽ 15 ആണ് എന്ന് കിട്ടി. അത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നോക്കൂ, x+y² = x² + y² + 2xy ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിൽ x² + y² എത്രയെന്ന് നമുക്കറിയാം, xy എത്രയെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് x+y² എന്നുള്ളതിന് പകരം അത് കൊടുക്കാം. അപ്പോൾ x+y² = എന്തെഴുതാം? x² + y² എത്ര നമുക്കറിയാം. അത് എത്രയാണ്? 169/4 + 2 × xy എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ? 15 ആണ്. ഇക്വേഷൻ 2 xy = 15 എന്ന് കണ്ടുപിടിച്ചില്ലേ. അപ്പോൾ 2 × 15 എന്ന് എഴുതാം. അപ്പോൾ 169/4 + 2 × 15 എത്രയാണ്? 30 എന്ന് കിട്ടിയില്ല. അപ്പോൾ x+y² = 169/4 + 30 എന്ന് കിട്ടി. ഇനി എങ്ങനെയാണ് അത് കൂട്ടുക? അതിനെ നമ്മൾ 30നും ഡിനോമിനേറ്റർ 4 ആയിട്ട് കൊടുക്കണം. അപ്പോൾ 30നെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടുന്നത്? 30 എന്നുള്ളത് 120/4 ആവൂലേ. അപ്പോൾ 169/4 + 120/4. അപ്പോൾ എത്രയാ? 289/4 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ x+y² എന്ന് പറയുന്നത് 289/4 ആണ്. അങ്ങനെയാണെങ്കിൽ x+y എത്രയായിരിക്കും? 17/2 ആയിരിക്കും അല്ലേ. 289ൻ്റെ റൂട്ട് 17 ആണ്, 4ൻ്റെ റൂട്ട് 2 ആണ്. അപ്പോൾ 17/2 എന്ന് കിട്ടി. അപ്പോൾ x+y = 17/2 എന്ന് കിട്ടി. അത് നമുക്ക് ഇക്വേഷൻ 3 ആയിട്ട് എടുക്കാം. ഇനി നോക്കൂ, x+y² ചെയ്ത പോലെ തന്നെ x-y² ചെയ്യാം. x-y² എത്രയാണ്? x² + y² - 2xy ആണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഇത് കൊടുക്കാം, വാല്യൂ കൊടുക്കാം. x² + y² 169/4 ആണ്. പിന്നെ xy എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ -2 × xy എന്ന് പറഞ്ഞാൽ -30. അപ്പോൾ 169/4 - 30 എന്ന് എഴുതാം. 169/4 30 കുറക്കുക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആവണം അല്ലേ. ഭിന്നസംഖ്യയിൽ നിന്ന് കുറക്കുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആവണം. അപ്പോൾ 169ന് ഡിനോമിനേറ്റർ 4 ആണ്, 30ൻ്റെ ഡിനോമിനേറ്റർ എന്താണ്? 1 ആണ്. അപ്പോൾ അത് 4 ആവണമെങ്കിൽ പിന്നെ 1നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4 ആയത്. അപ്പോൾ 30നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 30നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 120 കിട്ടും. അപ്പോൾ 120/4 ആണ് കിട്ടുന്നത് അല്ലേ. അത് 169ന് 120 കുറക്കുക. 169 120 കുറക്കുമ്പോൾ എത്രയാണ്? 49 കിട്ടും. അപ്പം 49/4 എന്ന് കിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. 169/4 - 30 എന്ന് പറഞ്ഞാൽ 49/4 ആണ്. ഇനി നോക്കൂ, x-y² ആണ് 49/4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x-y എന്തായിരിക്കും? 49 എന്ന് പറയുന്നത് 7ൻ്റെ സ്ക്വയർ ആണ്, 4 എന്ന് പറയുന്നത് 2ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ x-y എന്ന് പറയുന്നത് 7/2 ആയിരിക്കും. അതിന് നമുക്ക് ഇക്വേഷൻ 4 എന്നും കൊടുക്കാം. ഇനി നമുക്ക് ഈ മൂന്നാമത്തെയും നാലാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എക്സിൻ്റെയും വൈൻ്റെയും വില കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? 3ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എക്സും 2x, വൈയും -y 0 ആവും. പിന്നെ 17/2 + 7/2 എത്രയാണ്? 17ഉം 7ഉം 24, 24/2 എന്ന് എഴുതാം അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ജസ്റ്റ് അത് കൂട്ടിയാൽ മതി മേലത്തത്. അപ്പോൾ 17 7ഉം 24, 24/2 എന്ന് കിട്ടി. അപ്പോൾ 2x എന്ന് പറയുന്നത് 24/2 ആണ്. 24/2 പറഞ്ഞാൽ 12 അല്ലേ. അപ്പോൾ 2x 12 ആണ്. അങ്ങനെയാണെങ്കിൽ x എത്രയാണ്? 12/2 ആണ്. 12/2 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ x 6 എന്ന് കിട്ടി. x 6 എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻക്ക് കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വിലയും കിട്ടും. അപ്പോൾ നോക്കൂ, ഇക്വേഷൻ 4 എന്താണ്? x - y = 7/2 ആണ് അല്ലേ. അതിക്ക് നമുക്ക് എക്സിന് പകരം എക്സിൻ്റെ വില 6 എന്ന് കൊടുക്കുക. അപ്പോൾ 6 - y = 7/2 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ y എത്രയായിരിക്കും? 5/2 അല്ലേ. y എന്ന് പറയുന്നത് 5/2 എന്ന് പറഞ്ഞാൽ 2.5. അപ്പോൾ y എന്നുള്ളത് 2.5 എന്നും കിട്ടി. ഇനി നോക്കൂ, അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയൊക്കെ ആയിരിക്കും? 6ഉം 2.5 അല്ലേ. എക്സും വൈയും അല്ലേ പിന്നെ പെർപെൻഡിക്കുലർ സൈഡായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ 6ഉം 2.5 ആയിരിക്കും ആ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്തേക്കണം. പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.